തിരുവനന്തപുരം വെഞ്ഞാറമൂട് വീട് കുത്തി തുറന്ന് 40 പവൻ സ്വർണം കവർന്നു എന്നൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നുണ്ട്. പ്രാദേശിക കോൺഗ്രസ് നേതാവ് അപ്പുക്കുട്ടൻ പിള്ളയുടെ വീട്ടിലാണ് ഈ മോഷണം നടന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ സമീപ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒരു വലിയ മോഷണമാണല്ലോ ഈ തിരുവനന്തപുരത്ത് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്തെങ്കിലും സൂചനകളുണ്ടോ ഈ പ്രതികളെ പറ്റി? വിജയകുമാർ, ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. 40 പവനിലധികം സ്വർണം, അതായത് ഏതാണ്ട് 35 ലക്ഷത്തിലധികം രൂപയുടെ കവർച്ച നടന്നു എന്നുള്ളതൊരു പ്രാഥമിക സ്ഥിരീകരണം പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. വെഞ്ഞാറമൂട് നെല്ലനാട് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് അപ്പുക്കുട്ടൻ പിള്ളയുടെ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ ഈ മോഷണം നടന്നത്. വലിയ കട്ടക്കാൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് ഈ വീടുണ്ടായിരുന്നത്. 40 പവനും ഏതാണ്ട് 10,000 രൂപയോളം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇവരുടെ പരാതി. മാത്രവുമല്ല, അടുക്കള ഭാഗത്തെ വാതിൽ പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് രണ്ടാമത്തെ നിലയിലെത്തി എന്നുള്ളതാണ് ഇവരുടെ മൊഴി. ഈ സമയത്ത് അപ്പുക്കുട്ടൻ പിള്ള, മകൻ, ഭാര്യയുടെ മകൻ്റെ ഭാര്യ, കുട്ടികൾ, ഇത്രയും പേരായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. മാത്രവുമല്ല, ഈ സ്വർണം സൂക്ഷിച്ചിരുന്ന ബാഗ് അത് ഈ പരിസരത്ത് നിന്ന്, ഈ വീടിൻ്റെ പരിസരത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങളാണ് ഈ മോഷ്ടാവ് എടുത്തിട്ട് പോയത്. ഇയാളുടെ മരുമകൾ ഒരാൾ ഓടിപ്പോകുന്നത്, പുലർച്ചെ എഴുന്നേറ്റ് നോക്കുമ്പോൾ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഒരാൾ ഓടി മറയുന്നത് കണ്ടുവെന്നും പോലീസിന് ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. വിജയകുമാർ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.